ഓക്കെ അതിന് നേരം ഇങ്ങോട്ട് പോയാ മതി. വന്നൂറാ നമ്മളിന്ന് കളിക്കാൻ പോകുന്നതാണ് പൂപ്പി പ്ലാ ടൈം. പൂപ്പി അല്ല, പോപ്പി പ്ലാ ടൈം. അപ്പോൾ ഇതിൽ നമ്മളൊരു പാവയുടെ ടോയ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഗൈസ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ട് ഒരു പാവയ്ക്ക് എന്തൊക്കെ പറ്റി, അങ്ങനെ അതിനൊക്കെ എന്തൊക്കെയാണ് എനിക്കറിഞ്ഞൂടാ. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. പ്ലേ ന്യൂ ഗെയിം ഒരു ഇതുണ്ട് ഗൈസ്, എന്തോ ഇൻട്രോ ഒക്കെ പോലത്തെ, അത് നിങ്ങൾ കണ്ടു. You are about to see the most incredible doll ever invented. Her name is Poppy, and she is the first truly intelligent doll in the world. A little girl can talk to her. Poppy gives her answers. She is the first doll actually able to have a conversation with a child. Hard to believe? Just watch. Poppy playtime! Poppy's as lovable as a real girl, and she talks like one too. Hi, my name is Poppy. I love you. Can you help me polish my shoes? Why, of course, Poppy. Just like a real girl, Poppy always wants to look her best. Perfect, thank you. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Is there anything else you'd like to say, Poppy? I'm a real girl, just like you. What's the time? Playtime! And if you've ever wanted to see how all of the nation's favorite toys were created, Playtime Go is now offering factory tours at just $2.99 a person. An entire hour in the most magical toy factory on Earth. What are you waiting for? Come visit the factory. We can... ഓ എന്തോട്ടാ സംഭവിച്ചിട്ട് തല കിട്ടുന്നില്ലേ. ഓ കോപ്പി പ്ലാറ്റ് വന്ന് മഞ്ചാച്ച് ഞാൻ മിക്കവാറും പേടിച്ചു. ഫൈൻഡ് ഫ്ലവർ. അപ്പോൾ ഇതാണ് പോപ്പി പ്ലാ ടൈം, അതായത് ചാപ്റ്റർ 1. നമ്മളെന്തോ ഒരു എംപ്ലോയി ആണ് കേസ്, അതായത് ഇവിടെ വർക്ക് ചെയ്യാൻ വന്ന ഏതൊരു എംപ്ലോയി ആണ് നമ്മൾ. അതായത് ബാക്കിയുള്ള എംപ്ലോയീസൊക്കെ മരിച്ചുപോയി എന്തൊരു കാരണത്താൽ, നമ്മൾ മാത്രം ഇപ്പോൾ ഇവിടെ ലൈവുള്ളൂ. അങ്ങനെ എന്താണ് സംഭവം, എനിക്ക് അതിനെ കുറിച്ച് പറയുന്നത് അറിയില്ല കേസ്. അപ്പോൾ പോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേസ് ഇതിൽ. പിന്നെ ഈ ക്യാരക്ടർ ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ള ഇത്. അതിലത്തെ മെയിനായിട്ടുള്ള ഒരു ഹൊറർ ക്യാരക്ടറാണ് ഹഗ്ഗി വയ്ക്കുന്നുണ്ട്, അതാണ് ഇവനും അവിടെ ഇടയിലൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്, നമ്മളൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗൈസ്. ഈ ഫാക്ടറി എന്തോ ഒരു കാരണവശാൽ പൂട്ടി, എന്തോ ഒരു ഹൊറർ സംഭവിച്ചായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, തൽക്കാലത്തേക്ക് ഇപ്പം എന്തൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് ഫുൾ തപ്പാണെങ്കിൽ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഷോപ്പ്, സെക്യൂരിറ്റി. ഓ ഇവിടെ ഇങ്ങനെ എന്തൊരു ഡിസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. സ്റ്റാഫ് ഓൺലി. നമുക്കെന്താ പേടി, അവിടെ തുറന്ന അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ എന്താ കോഡ് അടിക്കാനുണ്ടാ. ഓ ആ കോഡ് തപ്പണം, ഈ ഡോർ തുറക്കണം. തന്നെ തുറന്ന താങ്ക് വെൽക്കം നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ ഇവിടെ എന്തോ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്, കുറേ കളറുള്ള കുറേ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അതിക്ക് സെറ്റ് ഈ കോഡ് കണ്ടുപിടിക്കണം. 1 മിനിറ്റ്. എടാ ഇത് ഫുൾ കളേഴ്സ് ആണല്ലോ, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്കൊരു ബുദ്ധി തോന്നുന്നു. എടാ ട്രെയിനിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചാ, പച്ച, പിന്നെ വേറെ ഒരു കളറ് മഞ്ഞ ചോപ്പ. പച്ച, ഈ ഒരു കളറ് മഞ്ഞ ചോപ്പ്. അവിടെ തുറന്നു. ഒരു ബുദ്ധിരാശം തന്നെ. അടുത്തേടെ ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ നടണ്ടേ. അല്ല എവിടെ ഉണ്ടേ. ഓ ഇവിടെ ഓ ഹാൻഡ്, ഇതാണ് കേസ് നമ്മൾ കണ്ട ഹാൻഡ്. കണ്ടൊരു നമ്മള് അവിടെ ഇടയ്ക്ക് ഇതല്ലേ ബാക്ക്. ഓ തുറന്നു അല്ലേ, പേടിച്ച് കിടന്നു. ഓ ഗൈസ് ഹാൻഡ് കിട്ടി. ഇത് തലയിൽ അടിക്കാൻ പറ്റുമോ? അയ്യോ, ഇത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞത് എംപ്ലോയിനെ കിട്ടുമ്പോൾ തലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. ഹാൻഡ് വെക്കണം. ഓക്കെ, സീൻ. ഓ ദേ ഓ ദേ നിക്കണു മച്ചാൻ. ഹലോ വഗ്ഗി കുഗ്ഗി സുഖല്ലേ? ഒരു ഹൈഫൈ അവൻ്റെ മോനെ പിടിക്കാൻ പറ്റുമോ? ഇവിടെ 2 കൈ വേണം. അപ്പോൾ ഈ ചോപ്പക എടുക്കാൻ വേണ്ടി നമ്മൾ അവിടേക്ക് പോകേണ്ട വരും. ഓക്കെ, മനസ്സിലായി. ഇതെടുത്തിട്ട് ഇവിടെ വഗ്ഗി നിന്നെയാണല്ലോ, കണ്ടോളാം. എടാ എന്തോ ഒരു പവർ കട്ടായാ. ആടാ എന്തോ പൊളിഞ്ഞു വീണു, പവറില്ല എന്നുകൊണ്ട്. ഓ
ഇതേടാ ഒരു ചാവി. ചാവി എപ്പോഴാ കണ്ടേ? ഇത് ഏടിക്ക് തുറക്കാനുള്ള ചാവിയാ? ഇതാണോ? ആടാ ഇത് തുറക്കാനുള്ള ചാവിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പോയിട്ട് നമ്മൾ പവർ സെറ്റ് ആക്കണം. ഇതെന്ത് കിണ്ടി? ഓ, ഇവിടെ എന്താ സീനുണ്ട്. എനിക്ക് പേടിയാവാൻ തോന്നുന്നു. ഓ, അത് പറിച്ചെടുത്തിട്ടൂടാ. ഓ, നമ്മളതില് കണ്ടത് ഇങ്ങനെ ചാർച്ചെടുത്തിട്ട്. ഓ ഗൈസ്, ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. മനസ്സിലായി. ഇനി എവിടെ കണക്ട് ചെയ്യണ്ടേ? ഓ, ഇതിലേക്ക് കണക്ട് ചെയ്തപ്പോ സെറ്റായി. കണക്ട് ആയി. കരണ്ട് വന്നു കണ്ട. നമുക്ക് തിരിച്ച് ഹഗ്ഗി വയ്ക്കോടാ. സീനായി. ഇതേടെ വൃത്തൊക്കെ മറിച്ചിട്ടവൻ പോയടാ. സഹിക്കാറ് ടെററാവും ഗൈസ്. മേക്ക് എ ഫ്രണ്ട്. എടാ, ഒരു കയ്യിപ്പൊ പോയില്ലടാ. ഹഗ്ഗി വയ്ക്കിയുടെ കയ്യല്ലത്. വേണ്ട, ആ വഴിയിൽ അവനുണ്ട്. തുറക്ക് ചേട്ടാ പോയി. തുറക്കാണല്ലേ. അപ്പൊ ആ വഴി തന്നെ നമ്മൾ പോണം. എന്താ പൊങ്ങിയാ? ഹഗ്ഗി വൈകി മോനെ മിഠായി അടിച്ചല്ലേ മാമനൊന്നും ചെയ്യല്ലേ. ഓക്കെ, ഇതെന്നത്തെ സാധനം? ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് ഗൈസ്? ഓക്കെ, നമുക്കത് കിട്ടി. ഇതെന്താ പരിപാടി? ഓ, നീലെടുത്ത് നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇതുപോലത്തെ കളറിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് പരിപാടി. ഓക്കെ, മനസ്സിലായി. നമുക്ക് ഇത് എടുത്ത് വെക്കാം ഗൈസ്. ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം. അതേ വെച്ചിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കാം. മഞ്ഞ എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എവിടെയാ? അടുത്ത എവിടാ? പിന്നുള്ള നമുക്ക് എടുക്കണ്ട. ഈ ഡൈനോസർ കിട്ടി. ഓ, അവിടെ ഞാൻ എന്താ കാണുന്നു? അതെ, ഓക്കെ, അപ്പൊ എല്ലാം കിട്ടി. ഞാൻ വാങ്ങണ അതിന്റെ മേളിൽ തിരിച്ചു കയറും. ദേടത്തൊക്കെ തുറക്കാൻ പറ്റും. ഓക്കെ, സെറ്റ്. എല്ലാം റെഡി ഗൈസ്. എനിക്ക് ചെറുതായിട്ട് പേടിക്കാനുണ്ട്. എന്തെങ്കിലും ഒരു പണി കിട്ടും. ഒന്ന് എല്ലാം കിട്ടി. സെറ്റ്. അവിടെ നിന്ന് എന്തോ സാധനം എടുത്തുണ്ടല്ലോ. ഓ, അവിടെ നമ്മുടെ കയ്യല്ലേ, നമ്മുടെ ചോപ്പ കയ്യില്ലേ, അതാണ് എടുത്തത്. ഇനിയിപ്പോ ഇങ്ങോട്ട് കൊണ്ടില്ല. നമുക്കിപ്പോ ചോപ്പ കൈ കിട്ടും ഗൈസ്. ഓ, ചോപ്പ കൈ. ചോപ്പക്കൈ, നീലക്കൈ, ചോപ്പക്കൈ, എന്തായാലും നമുക്ക് ഇത്രയും കിട്ടിയല്ലേ. ഓ, ചോരടത്. ചോര നമുക്ക് എന്തായാലും ഇപ്പഴാ കിട്ടിയല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മൾ ഇവിടെ നിർത്താണ്. അടുത്തൊരു വീഡിയോയിൽ കാണാൻ.